നസ്മിൻ ഹംസ. ഞാൻ 8th പഠിക്കണേ. ബഷീറിൻ്റെ കൂട്ടുകാരെ വളരെ ഇഷ്ടമായിരുന്നു. ഒരു നല്ല കൂട്ടുകാരൻ്റെ ഗുണങ്ങൾ എന്തെല്ലാം? നല്ല ക്വസ്റ്റ്യനാണ്. ബഷീർ കൂട്ടുകാർ ധാരാളമുണ്ട്. നമുക്കറിയാം ബഷീറിൻ്റെ ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചാൽ മനസ്സിലാവും. MT ആയാലും അതേപോലെ തന്നെ സുകുമാർ അഴീക്കോടായാലും സുകുമാർ അഴീക്കോടിന് എഴുതിയ കത്തുകളൊക്കെ രസകരമാണ്. നിങ്ങളയച്ച കത്ത് കിട്ടി, ഞാൻ വായിച്ചിട്ടില്ല, മറുപടി അയക്കുന്നത് പറയാം. ആ കത്ത് മെഡിക്കൽ സ്റ്റോറിൽ കൊണ്ടുപോയി കൊടുത്തു, അയാൾ വായിച്ചു തന്നതാണ്. അത്രയും പരിഹസിച്ച് ഒരു നല്ല സുഹൃത്തെന്ന് പറഞ്ഞാൽ ചിരിക്കാൻ ഒരു സുഹൃത്ത് വേണം, കരയാൻ ഒരു സുഹൃത്ത് വേണം, വളരാൻ ഒരു സുഹൃത്ത് വേണം. നിർഭാഗ്യവശാലോ ഭാഗ്യവശാലോ നമുക്ക് പറയാൻ കഴിയില്ല. ഇത് മൂന്നും ഒരാളാവുകയാണെങ്കിൽ അയാൾ ലെക്കായിരിക്കും. ബഷീർ എപ്പോഴും കഥകളിൽ ഞാൻ എന്ന് ഉപയോഗിക്കുമായിരുന്നു. സ്വാർത്ഥനായതുകൊണ്ടാണ്. ഞാൻ എന്ന പദം പൊതുവെ ഇന്ത്യൻ ഫിലോസഫിയിൽ അത് പൊതുവെ ഉപയോഗിക്കൽ കുറവാണ്. ഇന്ത്യയിൽ എപ്പോഴും ഇന്ത്യയിലൊക്കെ പൊതുവെ ഇന്ത്യൻ കൾച്ചറിൽ നമ്മൾ എന്നാണ് ഉപയോഗിക്കുക. കാരണം ഞാനെന്ന് പറയുന്നൊരു അഹങ്കാരത്തിൻ്റെ പ്രതിനിധിയായിട്ടാണ് ഞാൻ എന്ന് പറയുന്നത്. ഇംഗ്ലീഷ് വാക്കുകളൊക്കെ വല്ലാണ്ട് ഉപയോഗിക്കും. നിങ്ങൾ ഇംഗ്ലീഷ് മൂവി കണ്ടാലും ഇംഗ്ലീഷ് പ്രസംഗം കേട്ടാലൊക്കെ മനസ്സിലാവും. ഇംഗ്ലീഷിൽ ഇമ്പോർട്ടൻ്റ് ആണ്, സെൽഫ് സെൻറ്റേർഡ് ആണ്. ബഷീറിൻ്റെ എന്താ പറയുക, മതിലുകൾ അറിയാമല്ലോ. അപ്പോൾ ഇന്നത്തെ തലമുറ നേരിടുന്ന പ്രധാനപ്പെട്ട മതിലുകൾ എന്തെല്ലാമാണെന്ന് സാർ പറയും? യെസ്, കുട്ടികൾ മതിലുകളുമായി ബന്ധപ്പെട്ട് മാത്രമാണ് ചോദിക്കുന്നത്. പുതിയ കാലത്ത് മതിലുകളല്ല വേണ്ടത്, പാലങ്ങളാണ്. ഒരു മനുഷ്യരിൽ നിന്ന് വേറെ മനുഷ്യരിലേക്ക് ഉണ്ടാവണം. മതിലുകൾ അപ്രത്യക്ഷമാവലാണ് ലോകത്തിൻ്റെ ആവശ്യം. പുതിയ കാലത്തെ മതിലുകൾ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് കണ്ടുപിടുത്തങ്ങൾ. മൊബൈലൊക്കെ വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ വിചാരിച്ചു ലോകം കണക്റ്റഡ് ആവുമെന്ന് വിചാരിച്ചു. പക്ഷേ പുതിയ കാലം, ഡിജിറ്റൽ കാലം വന്നപ്പോൾ ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വാക്ക് ഡിസ്ട്രാക്ഷൻ എന്നാണ്. അട്രാക്ഷൻ അല്ല, ഡിസ്ട്രാക്ഷനാണ്. ഇന്ന് ബഷീറിന് ഒരു ഇൻസ്റ്റാഗ്രാം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ബയോയിൽ എന്തായിരിക്കും അദ്ദേഹം എഴുതുക? യെസ്, ബഷീറിൻ്റെ കാലത്ത് സോഷ്യൽ മീഡിയ ഇല്ല. ബഷീറിൻ്റെ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ബഷീർ ഒരു വല്ലാത്ത മനുഷ്യനാണ്. കാരണം വെച്ചാൽ ബഷീറിൻ്റെ കാലത്ത് ബഷീർ എഴുതിയപ്പോൾ അന്നുണ്ടായിരുന്ന വ്യവസ്ഥാപിതമായ രീതികളൊക്കെ വ്യത്യസ്തമായിട്ട് ഏറ്റവും മോശം എന്ന് പറയുന്ന മനുഷ്യരൊക്കെ തന്നെ കഥാപാത്രങ്ങളാക്കി മാറ്റും. നമ്മൾ ബഷീറിൻ്റെ ചെറിയ ചെറിയ പുസ്തകങ്ങളൊക്കെ വായിച്ചാൽ മനസ്സിലാക്കും. സാധാരണ സമൂഹത്തിൻ്റെ ഏറ്റവും താഴെ നിൽക്കുന്നത് പറയപ്പെടുന്ന മനുഷ്യരൊക്കെ ബഷീറിൻ്റെ വലിയ കഥാപാത്രമാണ്. ബഷീർ ജയിലിലായിരുന്നിട്ടും സന്തോഷവാനായിരുന്നു. സന്തോഷം എന്നതുകൊണ്ട് സർ അർത്ഥമാക്കുന്നത് എന്ത്? സന്തോഷത്തിന് ഒരുപാട് ഡെഫിനിഷൻ ഉണ്ട്, പലർക്കും പലതായിരിക്കാം. പക്ഷെ എനിക്ക് തോന്നുന്നത് സന്തോഷം നമ്മൾ എവിടെയാണെന്നുള്ളതല്ല, ഹാപ്പിനെസ് കംസ് വിത്തിന്നാണ്. നമ്മുടെ അകത്തുനിന്ന് വരുന്ന ഒന്നാണ് സന്തോഷം. കുറേ വസ്തുക്കളുടെയും കുറേ വിഭവങ്ങളുടെയും ആധിക്യമല്ല സന്തോഷം. മറിച്ച് നിങ്ങൾക്ക് എന്താണോ ഉള്ളത് ആ ഉള്ളതിലൊരു സന്തോഷം കണ്ടെത്തുക എന്നുള്ളതാണ്. പ്പെട്ട സമയം സാറ് ഞങ്ങൾക്ക് അതിന് ആദ്യം നന്ദി പറയുന്നു. സാറിന് ക്വസ്റ്റ്യനുകളുടെ ഉത്തരങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ബഷീർ എഴുതി വെച്ച് കഴിഞ്ഞു. ബഷീർ ഇന്ന് എന്താണെന്നുള്ളത് എഴുതി വെച്ച് കഴിഞ്ഞു. പക്ഷെ ബഷീറിന് അപ്പുറത്ത് ഇന്നത്തെ തലമുറയ്ക്ക് എന്ത് നൽകാം, എന്തൊക്കെ പറയാം, നമുക്ക് എങ്ങനെ ചിന്തിക്കാം, ആ കാര്യങ്ങൾ പകർന്നു നൽകാനായിട്ട് സാറിന് കഴിഞ്ഞു. ക്വസ്റ്റ്യൻ്റെ ഓരോ ഉത്തരങ്ങളും തന്നെ ഇന്നത്തെ തലമുറയ്ക്ക് വേണ്ടി അവർക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങളാണ് സാറ് പറഞ്ഞു കൊടുത്തത്. ബഷീർ എഴുതി വെച്ചിട്ടുണ്ട്, അതിലപ്പുറം സാറിന് ആ ഭാഗങ്ങൾ വായിക്കാനും അത് പറഞ്ഞു തരാനും സാറിന് നന്നായിട്ട് കഴിഞ്ഞു.